അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള തിരുവചനത്തില് പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. യേശു കർത്താവ് ശിഷ്യഗണങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അവരെ വിളിച്ച് യേശു അവർക്ക് ഉപദേശമെല്ലാം കൊടുത്ത് യേശു പറയാണ്, എല്ലാവരോടും പോയി എൻ്റെ സുവിശേഷം അറിയിക്കണം. ഒന്നാമത്തെ കാര്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. വിശ്വസിക്കണം, സ്നാനമേൽക്കണം, രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരണം. എന്നാൽ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളങ്ങൾ ഉണ്ടാകും. ഏറ്റവും വലിയ പ്രത്യേകതയാണ്, വിശ്വാസിയിലാണ് അടയാളമുള്ളത്. ആരാണോ വിശ്വസിക്കുന്നത് അവരിൽ ദൈവത്തിൻ്റെ വലിയ അടയാളങ്ങൾ കാണാൻ കഴിയും. രക്തസ്രാവക്കാരി സ്ത്രീ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. വിശ്വസിച്ചുകൊണ്ടാണ് തൊട്ടത്. അപ്പോൾ അവളുടെ ജീവിതത്തിൽ സൗഖ്യത്തിൻ്റെ വലിയ അടയാളം അവക്ക് അനുഭവിക്കാൻ കഴിയും. ബർത്തിമ എന്ന മനുഷ്യൻ, അവൻ യേശുവിനെ വിളിച്ചു. വിശ്വാസത്തോടുകൂടിയാണ് വിളിച്ചത്. ജന്മന അന്ധനായ മനുഷ്യന് കാഴ്ച കിട്ടി. ഞാനൊരു ദൂത് പറയാം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് യേശുവിനെ വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങൾ ഉണ്ടാകും. ബൈബിൾ നമ്മളെ ഇങ്ങനെ പരിചയപ്പെടുത്തുക, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇവിടെയാ പ്രത്യേകത. വിശ്വസിക്കാതെ ഇരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അവന് ശിക്ഷാവിധി ഉണ്ട്. വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നത് മൂലം അവന് രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരും. രണ്ട് വിധത്തിലാണ്. വിശ്വാസി വിശ്വസിക്കുന്നത് മൂലം അവന് രക്ഷ കിട്ടിക്കഴിഞ്ഞു. അവിശ്വാസി ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവന് ശിക്ഷാവിധി വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത് 8-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ആർക്കും ശിക്ഷാവിധി ഇല്ല എന്ന് പറയാൻ കാരണം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലേക്ക് വരണം. ഒരു വൃക്ഷത്തിന്റെ വേര് ആഴത്തിലേക്ക് പോകാൻ കാരണം അവിടെ ആ വൃക്ഷത്തിന് വേണ്ട വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയാണ്. ആറ്റരികത്ത് നട്ട വൃക്ഷമാണെങ്കിൽ അതിൻ്റെ ഇല വാടിയില, അത് വേനൽ വന്നാലും ഇല വാടിയില, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും അങ്ങനെയാണ്. വിശ്വസിക്കുന്നവന്റെ കൂടെ അടയാളം ഉണ്ടാകും. അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അവൻ പുതുഭാഷകളിൽ സംസാരിക്കും. വിശ്വാസ അനുഭവം ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ മേൽ പകർന്നു. അപ്പസ്തോലന്മാർ അത് അനുഭവിച്ചു. അവർ ആദിമ സഭയുടെ കൂട്ടായ്മയിൽ, അവരുടെ പ്രാർത്ഥനയിൽ, പുതുഭാഷകളിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടുള്ള ഒരു പ്രാർത്ഥന വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഒന്ന്, വിശ്വാസത്തിന്റെ അടയാളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ ഇടവരണം. ഞാൻ വിശ്വാസിയാണെന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവും ജീവിതവും മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി മാറണം. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് ദൈവത്തിന്റെ വചനം അറിയിക്കാൻ ഇടയാകണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ സുവിശേഷം അനേകരുടെ ഉള്ളിലേക്കും അനേകരുടെ അടുക്കിലേക്കും കടന്നു ചെല്ലാൻ ഇടയാക്കുകയുള്ളൂ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വിശ്വാസത്തിന്റെ ആഴം
വിശ്വസിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെ മേലും ദൈവശക്തിയെ പകരുവാനും അനുഭവിക്കുവാനും അങ്ങ് ഇടയാക്കണം. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.